വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതാണ് അഭികാമ്യമെന്ന് യു.ഡി.എഫ് കൺവീനർ ബെന്നി ബെഹനാൻ തൃശൂരിൽ പറഞ്ഞു. ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നതിനാലാണ് മുല്ലപ്പള്ളിയുടെ പേര് നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, യു.ഡി.എഫ് കൺവീനർ ബെന്നി ബെഹനാൻ അത് തുറന്നു പറയുകയായിരുന്നോ വടകരയിൽ മുല്ലപ്പള്ളി വീണ്ടും മത്സരിക്കണമെന്ന്? തീർച്ചയായും ശരത്, വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നതാണ് ഉത്തമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായ ഒരു വിധിയെഴുത്താണ് ഇവിടെ ഉണ്ടാകേണ്ടത്. പി ജയരാജനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ പുതുമുഖങ്ങൾ, പ്രവീണിനെ പോലെയുള്ള പുതുമുഖങ്ങൾക്ക് നേരിടാൻ സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വരണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളിയോട് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മുല്ലപ്പള്ളി പറയുന്നത് നിരവധി സംഘടനാപരമായ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ മത്സരിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ പറഞ്ഞത്. തൃശൂരിൽ ടി.എൻ. പ്രതാപ് ഒപ്പം തന്നെ വി.എം. സുധീരന്റെ പേര് വടകര മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകേണ്ടത് AICCയുടെ ഭാഗത്തു നിന്നാണ് എന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. വി.എം. സുധീരൻ വരികയാണെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യുകയാണ്. കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വരണം. പുതുമുഖങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ, പി ജയരാജനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ബെന്നി ബെഹനാൻ പറഞ്ഞിരിക്കുന്നത്. തൃശൂരിൽ ടി.എൻ. പ്രതാപിന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ബെന്നി ബെഹനാൻ ഇവിടെ എത്തിയത്. ബെന്നി ബെഹനാനാണ് വളരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചത്. വടകരയിൽ മുല്ലപ്പള്ളിയാണ് യോജിച്ച സ്ഥാനാർത്ഥി. പുതുമുഖമായ പ്രവീണിന് പി ജയരാജനെ പ്രതിരോധിക്കാനാവില്ല എന്ന നിലയിലാണ് യു.ഡി.എഫ് കൺവീനർ ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. അതേസമയം പ്രവീൺ കുമാറിൻ്റെ പേരാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ളത്. വയനാട് ടി സിദ്ദിഖ് എന്നത് ഇന്നലെ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം ആയിരുന്നു. പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്തിമ തീരുമാനവും പ്രഖ്യാപനവും നടത്തേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ കൂടി ചേരുകയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ പ്രവീൺ കുമാറിൻ്റെ പേര് KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് കൈമാറുമ്പോൾ യു.ഡി.എഫ് കൺവീനർ ഇപ്പോൾ സംഭവിക്കുന്ന പൊതു ചർച്ചയുടെ ഒരു സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പരസ്യമായി പറയുന്നു മത്സരിക്കേണ്ടത് മുല്ലപ്പള്ളിയാണ്, ഒരു പുതുമുഖത്തിന് കാര്യമായി അവിടെ ഒന്നും ചെയ്യാനാകില്ല എന്ന നിലയിൽ. സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതല്ലേ ഈ നിർദ്ദേശവും അതേ തുടർന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങളും? ശരത്, അതായത് ഈ വടകരയിലെ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നതിൽ കരുത്തനും ദുർബലനും എന്ന ഈ ഒരു രണ്ട് തിരിച്ചുള്ള ചർച്ചകൾ അത് തുടക്കം മുതലുള്ളതാണ്. അത് ഇന്നലെയും വളരെ സജീവമായിരുന്നു. പാർട്ടി വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നതും ഇതേ കാര്യമാണ്. അത് കേരളത്തിലുള്ള നേതാക്കളായാലും ദേശീയ തലത്തിലുള്ള നേതാക്കളായും. അക്കാര്യം ഇപ്പോൾ ബെന്നി ബെഹനാൻ തുറന്നു പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള അവസാനത്തെ ഒരു വിദ്യയായി കൂടി അതിനെ നമുക്ക് കാണാം. അവസാനത്തെ ഒരു ശ്രമമായി കൂടി നമുക്കതിനെ വിലയിരുത്താം. കാരണം യു.ഡി.എഫ് കൺവീനർ തന്നെ പറയുകയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മുല്ലപ്പള്ളി വരണം എന്ന കാര്യം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്ര ശക്തമായ ഒരു തുറന്നു പറച്ചിലുണ്ടാകുന്നത്. ഇന്നലെ വി.എം. സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇതേ നിലപാട് തന്നെ മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡിനോടും ചൂണ്ടിക്കാട്ടിയതാണ്. ഹൈക്കമാൻഡ് വിളിച്ചപ്പോഴും മുല്ലപ്പള്ളി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. പ്രവീൺ കുമാറിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ മത്സരത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ പേര് അംഗീകരിക്കപ്പെടുന്നതിന് ഇനിയിപ്പോൾ ഏതാനും സമയം മാത്രമാണുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കളുള്ളത്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനം വരുന്നതിന് മുമ്പ് ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ? അക്കാര്യത്തിൽ ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ പറയുന്ന ഈ നിലപാട് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കുമോ എന്നതാണ് അറിയേണ്ടത്. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചാൽ മാത്രമാണ് മുല്ലപ്പള്ളി വരാനുള്ള സാധ്യതയുള്ളത്. അദ്ദേഹം വളരെ ശക്തമായ നിലപാടിലാണ് താൻ ഇക്കുറി മത്സരിക്കാൻ ഇല്ല എന്ന കാര്യത്തിൽ. അവിടെ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ എത്രയോ PCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം നിൽക്കെ ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ മുന്നോട്ട് വെച്ചാൽ അനുസരിക്കാൻ മുല്ലപ്പള്ളി ബാധ്യസ്ഥനാവില്ലേ? PCC അധ്യക്ഷന്മാർ മത്സരിക്കുന്നത് ഒരു വിഷയമേ അല്ല. കാരണം PCC അധ്യക്ഷന്മാർ ഒരേ സമയം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നതിൽ യാതൊരു പുതുമയുമില്ല. പക്ഷേ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ തുടക്കം മുതൽ തന്നെ പറയുന്നു താൻ PCC അധ്യക്ഷനായതുകൊണ്ട് ഇത്തവണ മത്സരിക്കാനില്ല എന്ന കാര്യം. കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലും മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെയാണ് അദ്ദേഹം മത്സരിച്ചുകൂടെ എന്ന ചോദ്യം ഉന്നയിച്ചത്. അപ്പോഴും മുല്ലപ്പള്ളി പറഞ്ഞത് തനിക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം, മാത്രമല്ല കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ തന്നെ താൻ പറഞ്ഞതാണ് ഇനിയൊരു മത്സരത്തിനില്ല എന്ന കാര്യം. അദ്ദേഹം വ്യക്തിപരമായ തന്റെ
തന്റെ ബുദ്ധിമുട്ട് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിപരമായ ബുദ്ധിമുട്ട് അറിയിക്കുമ്പോൾ ഇനി ആവർത്തിക്കപ്പെട്ടാലും അദ്ദേഹത്തെ മത്സരിക്കാനായി വലിയ സമ്മർദ്ദം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അല്ല ഒരിക്കൽ കൂടി ഒരു നോ എന്ന് മുല്ലപ്പള്ളി പറയുകയാണെങ്കിൽ അവിടെ ആ ചർച്ച അവസാനിക്കുകയും അടുത്ത നിലവിൽ വന്നിരിക്കുന്ന പേരിലേക്ക് കടക്കുകയും ചെയ്യുമോ എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവുക. ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതേ തുടർന്നുള്ള ഒരു നടന്നാൽ മാത്രമാണ് മുല്ലപ്പള്ളി മത്സരം. അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ പേര് കൈമാറി എന്ന വിവരം വന്നതിന് പിന്നാലെയാണ് UDF കൺവീനർ ഇത്തരമൊരു നിലപാട് പരസ്യമാക്കിയത്. UDF കൺവീനർ ബെന്നി ബെഹനാൻ അത് പറയണമെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ താല്പര്യം അതിൽ പ്രകടമാണ്. അവർ ആ നിലയിൽ മുല്ലപ്പള്ളിയെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് മത്സരരംഗത്ത് എന്നതിൽ പ്രകടമാണ്. സ്വാഭാവികമായും ഐ ഗ്രൂപ്പിനോ പ്രതിപക്ഷ നേതാവിനോ ഒന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകാനും ഇടയില്ല. ഈ നിലയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇനി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം മത്സരിക്കുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് മത്സരിച്ചാലും ഇവിടെ K മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. ബദൽ സംവിധാനങ്ങളിലേക്ക് പോകാമെന്ന നിലയിലൊക്കെ ഒരു പാർട്ടിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മുല്ലപ്പള്ളി മുൻപ് മത്സരരംഗത്തേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിൽക്കാനാകുമോ? കാരണം അദ്ദേഹത്തിന് ഒഴിയുമ്പോൾ KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളിക്ക് തത്തുല്യമായ ഒരു മത്സരം അവിടെ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലേ പറ്റൂ. തീർച്ചയായും ശരത്, അതൊരു വലിയ വിഷയം തന്നെയാണ് മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്, അദ്ദേഹം KPCC അധ്യക്ഷനാണ്. അദ്ദേഹം ആ മണ്ഡലം ഒഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് AI ഗ്രൂപ്പുകൾ തന്നെയാണ്. അതിൽ A ഗ്രൂപ്പാണ് മുല്ലപ്പള്ളിയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളിയുടെ കണക്കുകൂട്ടൽ തുടക്കം മുതൽ തന്നെ വടകരയിൽ T സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുക. കാരണം കോഴിക്കോട് DCCയുടെ കൂടി കീഴിൽ വരുന്നതാണ് വടകര മണ്ഡലം. അവിടെ സിദ്ദിഖിനെ ഉപരിയായി മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്ന നിലപാടാണ് മുല്ലപ്പള്ളി തുടക്കം മുതൽ സ്വീകരിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടി ആ കണക്കുകൂട്ടൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സിദ്ദിഖിനെ വയനാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തി. ഇന്നലെ നടന്ന ചർച്ചയിൽ പോലും കൂടുതലൊന്നും പറയാനില്ല, സിദ്ദിഖിന് അവിടെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലമില്ല എന്നൊരു നിലപാട് ഉമ്മൻചാണ്ടി സ്വീകരിച്ചു. അതോടുകൂടിയാണ് മുല്ലപ്പള്ളി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത്. മറ്റൊരു പേര് അവിടെ സമർപ്പിക്കാനില്ല. നേരത്തെ വിദ്യാബാലകൃഷ്ണന്റെ പേര് വന്നു. അത്തരത്തിലുള്ള പുതുമുഖങ്ങളെ വച്ചതുകൊണ്ടൊന്നും രാഷ്ട്രീയമായ ഒരു കരുത്തുറ്റ പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ T സിദ്ദിഖ് വയനാട് പോയതോടുകൂടിയാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലാവുകയും മുല്ലപ്പള്ളി ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലിക്കിടയിൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലകപ്പെട്ടതും. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയാണ് മുല്ലപ്പള്ളിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ആരാണ് ഉചിതമായ ഒരു പേര് സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഷഹീദ് കൂടി ചേരുന്നു. ഷഹീദ്, എന്താണ് പൊതുവെ ആ മണ്ഡലത്തിൻ്റെ പരിസരങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം? ശരത്ത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ ദുർബലരായ പേരുകൾ സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലും ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെ അസ്വസ്ഥരാണ്, വളരെ അസംതൃപ്തരാണ്. അവർ ഇക്കാര്യം പാർട്ടി നേതാക്കന്മാരെ നേരിട്ടും അല്ലാതെയും ഫോൺ മുഖേനയും അല്ലാതെയും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. വടകര ലോക്സഭാ മണ്ഡലം 35 വർഷങ്ങൾക്ക് ശേഷമാണ് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചു, 2014 വിജയിക്കുന്നു. ഇത് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ UDF പ്രവർത്തകരുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരുടെ വളരെ ശക്തമായ ഇടപെടൽ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 35 വർഷം തുടർച്ചയായി LDFിൻ്റെ കയ്യിലുള്ള മണ്ഡലം തിരിച്ചുപിടിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചുപിടിക്കുന്നു. അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2009 2014 തിരിച്ചുപിടിക്കുന്നു. പിന്നീട് KPCC പ്രസിഡന്റായി വരുന്ന ഘട്ടത്തിൽ മണ്ഡലം ഇപ്പോൾ കൈമോശം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യം. കൈമോശം പോകുന്നത് മാത്രമല്ല, ഈ P ജയരാജൻ എന്നൊരു സ്ഥാനാർത്ഥിയെ CPM മുന്നോട്ട് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ശക്തമായ ഒരു പോരാട്ടത്തിന് പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ല, പാർട്ടി നേതാക്കന്മാർ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടത് വലിയ അസ്വസ്ഥത ഇവിടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ദുർബലരായ പേരുകൾ, ഇപ്പോൾ വിദ്യാബാലകൃഷ്ണന്റെ പേര് മുന്നോട്ട് വന്നത്. ഇതിനെതിരെ വളരെ പരസ്യമായി പോസ്റ്ററുകൾ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി നേതാക്കന്മാരെ നിരന്തരമായി ഫോൺ കോളുകൾ ചെയ്ത് ഈ തരത്തിലൊരു സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിദ്യാബാലകൃഷ്ണന്റെ പേര് മാറി ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ പേര് മുന്നോട്ട് വന്നത്. പ്രവീൺ കുമാർ നേരത്തെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഇലക്ഷൻ ചാർജ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ 2 തവണ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ ചാർജ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഒപ്പം നാദാപുരത്ത് LDF സ്ഥാനാർത്ഥിയുമായി നല്ല ശക്തമായ ഒരു പോരാട്ടം നടത്തി പരാജയപ്പെട്ടു ഒരാൾ കൂടിയാണ്. ആ തരത്തിലുള്ള ഒരു ഇമേജ് പ്രവീൺ കുമാറിനുണ്ട്. പക്ഷേ എങ്കിൽ കൂടി പ്രവീൺ കുമാർ മതിയോ എന്നൊരു ചോദ്യം മണ്ഡലത്തിൽ ഇപ്പോഴും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം P ജയരാജനാണ് ഇപ്പോഴത്തെ എന്നുള്ളതാണ്. പ്രവർത്തകരുടെ വളരെ സ്വാഭാവികമായ ഇത്തരം ആശങ്കകൾ അതിനെ ശരിവെച്ചുകൊണ്ടാണ് UDF കൺവീനർ പോലും പറഞ്ഞത്
വടകര പോലൊരു മണ്ഡലത്തിൽ പ്രവീൺകുമാറിനെ പോലൊരു പുതുമുഖത്തിന് ജയരാജനെ പ്രതിരോധിക്കാനാവില്ല. അവിടെ മുല്ലപ്പള്ളി തന്നെയാണ് അഭികാമ്യം എന്ന് UDF കൺവീനർ തന്നെ തുറന്നു പറഞ്ഞു. പ്രവർത്തകർ പങ്കുവച്ച വികാരത്തെയാണ് ബെന്നി ബെഹനാനും ഇപ്പോൾ പരസ്യമാക്കിയത്. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെ ഇപ്പോൾ നേതൃത്വത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വടകരയിലുണ്ട് എന്നാണ്. കാരണം വടകരയിൽ ഈ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധികൾക്കിടയാക്കും. കാരണം ദേശീയ തലത്തിൽ തന്നെ പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ദേശീയ തലത്തിൽ തന്നെ വടകര ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം 2 CBI കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസും മറ്റ് CPM വിരുദ്ധ CPMൻ്റെ എതിർശേരിയിലുള്ള മറ്റ് പാർട്ടി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും വലിയ രീതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പേരിൽ ആരോപണ വിധേയനായ ഒരാൾ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തപ്പെട്ട് വിചാരണ ചെയ്യുന്ന ഒരാൾ, ഇത്തരത്തിലുള്ള ഒരാൾ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ മത്സരം, അവിടുത്തെ പോരാട്ടം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു മണ്ഡലത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ വടകരയിൽ ഈ രീതിയിൽ നിരുത്തരവാദിത്തപരമായി പാർട്ടി നേതൃത്വം ഈ ഒരു വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലുള്ള അസ്വസ്ഥത ഉണ്ട്. ഇത് സംസ്ഥാന നേതൃത്വത്തിനും കൂടി ഈ അസ്വസ്ഥതകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അവർ കൂടി ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പ്രവർത്തകർ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു. ഇനിയും അനിശ്ചിതമായി നീണ്ടുപോകുകയും അല്ലെങ്കിൽ ഈ തരത്തിൽ ശക്തനായ പ്രവീൺകുമാറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷെ ചില കേന്ദ്രങ്ങൾ ചില പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ വലിയ അപമാനമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ രാഷ്ട്രീയ അല്ലെങ്കിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമായി കണ്ട് ആ തരത്തിലുള്ളൊരു തയ്യാറെടുപ്പുകളും ആ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നതിനിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ തരത്തിലാണ് ഈ മത്സരത്തെ, ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളൊരു ചിത്രം വരുന്നത് വലിയ അല്ലെങ്കിൽ വലിയ അപമാനത്തിന് ഇടയാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായ സ്ഥിതിക്ക് ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വരണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ബെന്നി ബെഹനാനെ പോലുള്ള ആളുകൾ ഈ പരസ്യ പ്രതികരണത്തിലൂടെ സൂചിപ്പിക്കുന്നതും ഇതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന് ഇപ്പോൾ ഈ അസ്വസ്ഥതകളും ഈ പറഞ്ഞ വിവാദങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി കരുത്തനായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു മുറവിളി മണ്ഡലത്തിൽ നടക്കുന്നു. ആ തരത്തിൽ ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥി മുല്ലപ്പള്ളിയോ അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം വലിയ രീതിയിൽ ഇരട്ടിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. തങ്ങളുടെ വികാരം നേതൃത്വം പരിഗണിക്കുന്നു, തങ്ങളുടെ ആവശ്യം പാർട്ടി നേതാക്കന്മാർ കേട്ടിരിക്കുന്നു എന്നുള്ളൊരു വികാരം ഉണ്ടാവുകയും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് സാഹചര്യത്തെ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുമെന്നൊരു ചിന്ത കൂടി ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളിയിലേക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ശക്തമായി വരുന്ന ഒരു സാഹചര്യം ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഷഹീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നേതാക്കൾ പ്രവർത്തകരുടെ പഴി കേൾക്കുമോ അതോ പഴി കേൾപ്പിക്കാതെ വടകരയിൽ ശരിയായ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രശ്നം പരിഹരിക്കുമോ? ഇപ്പോഴും അവ്യക്തമാണ് കാര്യങ്ങൾ. പ്രവീൺകുമാറിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ തീരുമാനവും ഇനി അത് രാഹുൽ ഗാന്ധിയിലാണ്. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവണം എന്ന് നേതാക്കളും പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.